ഞാൻ നമ്മളുടെ ജിൻസൺ ചേട്ടൻ. യുഗാന്ത്യം എന്താണെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. യുഗാന്ത്യ കാലഘട്ടം ആരംഭിച്ചോ, യുഗാന്ത്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. യുഗാന്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ സംസ്കാരങ്ങൾ അവസാനിച്ചിട്ട് അടുത്ത സംസ്കാരങ്ങൾ തുടങ്ങുകയാണ്. തുടങ്ങുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ വലിയ യുദ്ധങ്ങളോടുകൂടിയായിരിക്കും ഈ യുഗാന്ത്യം അവസാനിക്കുന്നത്. അതായത് ഉദാഹരണത്തിന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മരണശേഷം റോമാ സാമ്രാജ്യം എന്ന് പറയപ്പെടുന്ന വൻ സാമ്രാജ്യം ലോകത്തില്ലാതായി. അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുമതത്തിൻ്റെ വളർച്ചയും ഇതുപോലുള്ള കാലഘട്ടങ്ങളായിരുന്നു. അതിനുശേഷം ഇസ്ലാം വന്നു. ഇസ്ലാം മതവും ക്രിസ്തുമതവും തമ്മിലൊരു സംഘടന ലോകത്തിലെല്ലായിട്ടും നടന്നു. ആ സംഘടനത്തിൻ്റെ എല്ലാം ഫലമായിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഒരു സംശയമുണ്ട്. ഏതാണ്ട് ക്രിസ്ത്യാനിറ്റിയാണോ ശരിയായിട്ടുള്ള ദൈവവചനം, അതോ ഇസ്ലാമാണോ ശരിയായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു മാർഗം എന്നുള്ളതിനെക്കുറിച്ച് ലോകത്തിലെമ്പാടും ഒരു കാഴ്ചപ്പാടുണ്ട്. ഇതൊരു ക്ലാരിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ട്. ഈ ക്ലാരിഫിക്കേഷൻ വരുന്ന കാലഘട്ടത്തെയാണ് അതായത് യുഗാന്ത്യം എന്ന് പറയുന്ന, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നു. യുഗാന്ത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോണ്ടസ്റ്റ് അത് തന്നെയാണ്. ബൈബിളിൽ പറയുന്നതനുസരിച്ച് ഈ കാലഘട്ടത്തിൽ യുഗാന്ത്യത്തിൽ നമ്മളെല്ലാവരും സത്യത്തിൽ തീർന്നു പോയി എന്ന് കരുതിയിരുന്ന ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന ഫാക്റ്റ് യുഗാന്ത്യ കാലഘട്ടമാകുമ്പോഴത്തേക്കും വളരെ ശക്തമായിട്ട് തിരിച്ചു വന്നു. അതിന് തിരിച്ചു വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ പറയുന്നത്, ജാതികളെ കൊണ്ട് നിങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു കാലമുണ്ട്, നിങ്ങളെക്കൊണ്ട് ജാതികളെ വിധിക്കുന്ന ഒരു കാലമുണ്ട്. അതായത് ഇസ്രായേലിനെ കൊണ്ട് നീ ജാതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ചുറ്റും ജീവിക്കുന്ന ജനവിഭാഗങ്ങളെയാണ് ജാതികളെന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ന്യായം വിധിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ യുഗാന്ത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഇസ്രായേലിനെ ഉപയോഗിച്ചിട്ട് അടുത്തുള്ള രാജ്യങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ യുഗാന്ത്യം എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ യുഗാന്ത്യത്തിൽ ഇസ്ലാമിനെ പിന്നെ തിന്മയെ നശിപ്പിക്കാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നതായിട്ട് വെളിപാട് പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. അവിടെയാണ് വെളിപാട് 9:16 പറയുന്നത്. തുർക്കി പോലുള്ള, അതായത് യൂഫ്രട്ടീസ് നദിയുടെ മറുപുറമുള്ള പടിഞ്ഞാറ് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം ആക്രമിക്കാനായിട്ട് കിഴക്ക് നിന്നും 20 കോടി, അതായത് 10,000ങ്ങളുടെ 20,000, 10,000 × 20,000, 20 കോടി ജനം സൈന്യം വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുമ്പോൾ മനസ്സിലാക്കാം, ഇന്ത്യയിലെ സജീവമായിട്ടുള്ള RSSൻ്റെ പ്രവർത്തകരെ, സൈനിക പരിശീലനം കിട്ടിയ പ്രവർത്തകരെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ പറയുന്ന സംഖ്യയൊക്കെ സിമ്പിളായിട്ട് ഒപ്പിക്കും. ലോകത്തിൽ വേറൊരു രാജ്യത്തിനും അതുപോലൊരു സൈനിക സംഘടന ലോകത്തിൽ ഇന്ന് നിലവിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സൈനിക പരിശീലനം കിട്ടിയ ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഘടനയാണ് RSS. ഈ സംഘടനകളൊക്കെയാണ് കാണാൻ സത്യം യുഗാന്ത്യ കാലഘട്ടങ്ങളിലാകുമ്പോഴേക്കും ലോകത്ത് പിന്നെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ സ്പെഷ്യലായിട്ട് പറയുമ്പോൾ ബാബിലോണിയയെയും അതുപോലെ അസൂറിൻ്റെ സാമ്രാജ്യങ്ങളെയൊക്കെയാണ് ആക്രമിക്കുന്നതായിട്ട് പറയുന്നത്. അവരെയൊക്കെ ന്യായം വിധിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഇന്നത്തെ ആധുനിക പിന്നെ തുർക്കി അതുപോലുള്ള പ്രദേശങ്ങളാണ്. കാരണം അവർ ആണ് ലോകത്തിൽ ഇസ്ലാമികളുടെ ഖിലാഫത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പറയുന്ന പിന്നെ തുർക്കി പോലുള്ള സ്ഥലങ്ങളൊക്കെ. ഖിലാഫത്ത് പ്രസ്ഥാനം അവിടെയാണ് ആരംഭിച്ചത്. ഖലീഫ, തുർക്കി രാജാക്കന്മാരെ ഖലീഫ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഖലീഫമാരൊക്കെ ഉണ്ടായത് ഒരു സ്ഥലമാണ് ഈ പറയുന്ന പിന്നെ ഈ തുർക്കി എന്ന് പറയപ്പെടുന്നത്. ഈ തുർക്കിയെ അന്ത്യകാലത്ത് ന്യായം വിധിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസ് സംരംഭങ്ങളെല്ലാം നിർദോഷം അടിച്ചമർത്തിയിട്ട് അവിടെ പിന്നെ ആണ് ഇവിടെ ഇസ്ലാം മതം വ്യാപിപ്പിച്ചത്. അതൊക്കെ സത്യത്തിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് അതൊക്കെ ഒരു തിരിച്ചടി നേരിടുന്ന ഒരു കാലഘട്ടമാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇപ്പം നടക്കുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെക്കിയേൽ പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെയല്ലേ നടക്കുന്നത്. ബൈബിളിൻ്റെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നടക്കുന്നതായിട്ടാണ് ഓരോ സൈനിക സഖ്യങ്ങളും ഒക്കെ രൂപീകൃതമാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ വരെ അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് വരെ ഇന്ത്യയും റഷ്യയുമായിരുന്നു സുഹൃത്തുക്കൾ. ഇന്നിപ്പോൾ പറയുമ്പോൾ ഇന്ത്യയും പിന്നെ അമേരിക്കയുമാണ് സുഹൃത്ത്. റഷ്യ ഇന്ത്യയുടെ മറുചേരിയിലേക്ക് പോകുന്നു, അമേരിക്കയുടെ ചേരിയിലേക്ക് ഇന്ത്യ വരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ആ വെളിപാടിലും എസെക്കിയേലും ഒക്കെ പറയുന്ന പോലുള്ള സൈനിക സഖ്യങ്ങൾ സമവാക്യങ്ങൾ രൂപീകൃതമാക്കുകയാണ്. ഇനിയുള്ള രൂപീകൃതമാകുന്ന ഈ സൈനിക സമവാക്യങ്ങളൊക്കെ ദീർഘകാലം നിലനിൽക്കും എന്നുള്ളതാണ് സത്യം. കാരണം ഓപ്പറേഷൻ സിന്ദൂർ വരെ തുർക്കിയെ നമ്മളൊരു എതിരാളിയായിട്ട് കണ്ടിരുന്നില്ല. പക്ഷേ ഇന്ന് ഇന്ത്യ കാണുന്നത് തുർക്കിയെ ഏറ്റവും വലിയ എതിരാളിയായിട്ടാണ്.
തുർക്കിക്കെതിരായിട്ടാണ് നമ്മൾ സൈപ്രസിനെയും അതുപോലെ തന്നെ അർമേനിയയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഗ്രീസിനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സൈപ്രസ്, അർമേനിയ, പിന്നെ ഗ്രീസ് എന്നൊക്കെ പറയുന്നത് ബൈസാന്റിയന്മാരുടെ സാമ്രാജ്യത്തിൽപ്പെട്ടിരുന്ന സ്ഥലങ്ങളാണ്. ഈ ബൈസാന്റിയന്മാരുടെ സാമ്രാജ്യമൊക്കെ അവസാന കാലമാകുമ്പോഴത്തേനും വീണ്ടും തിരിച്ചു വരും. ഹാദിയ സോഫിയൊക്കെ വീണ്ടും ക്രിസ്ത്യൻ ദേവാലയമായി മാറുമെന്നുള്ളത് പിന്നെ വെളിപാടിലും അതുപോലുള്ള കാര്യങ്ങൾ അതിനുള്ള ഹിൻഡുകൾ കിടപ്പുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇനിയൊരു 10-100 വർഷത്തിനിടയിൽ ഈ സംഭവങ്ങളെല്ലാം നടന്നു കഴിയുമ്പോൾ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാകും. ഇതിൽ ഏതാണ് സത്യം, ഏതാണ് തെറ്റായിട്ടുണ്ടായിരുന്ന വ്യാജ പ്രബോധനം ഏതായിരുന്നു, സത്യപ്രബോധനം ഏതാണ് എന്ന് മനസ്സിലാക്കുക. അടിച്ചമർത്തലുകൾ കൊണ്ട് ഇനിയിപ്പോൾ ഇസ്ലാമിന് കാര്യമായ നേട്ടമൊന്നും ഉണ്ടായില്ല. കാരണം യുദ്ധം അവരെ നശിപ്പിച്ച് കളയുകയുള്ളൂ, അവരുടെ തന്ത്രങ്ങളെ ഇല്ലാതാക്കുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യുഗാന്ത്യം എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ അന്ത്യവിധി എന്ന് പറയപ്പെടുന്നത് ഇസ്ലാമിന് വന്നു ചേരുന്ന ഒരു ഫിത്തിന, അതായത് ഇസ്ലാമിൽ പറയുന്ന ഫിത്തിന എന്നാണ് പറയുന്നത്. ഇസ്ലാമിൻ്റെ ഉമ്മത്ത് പോലും ഇന്നിപ്പം ശരിയാകുന്നില്ല. കാരണം അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ പാക് താലിബാനും ഒക്കെ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കുകയാണ്. അതായത് ഇസ്ലാമിക ഖലീഫമാരുടെ രാജ്യമായിരുന്ന തുർക്കിക്കെതിരെ ഇവിടെ പാക് താലിബാനും അതുപോലെ തന്നെ പിന്നെ അതുപോലുള്ള രാജ്യങ്ങൾ, അതായത് അഫ്ഗാനിസ്ഥാനിലെ രാജ്യങ്ങൾ, അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ മുതലായ രാജ്യങ്ങൾ, ഈ 3 സ്ഥലങ്ങളും പ്രത്യേകമായിട്ട് ഇന്നിവയൊക്കെ പൂർണ്ണമായ അധികാരമുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ പോലും കാലക്രമത്തിൽ പ്രത്യേക രാജ്യങ്ങളായി മാറുമെന്നാണ് വെളിപാടിലും വെളിവിലുമൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം.